ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأن أقيموا الصلاة واتقوه وهو الذي إليه تحشرون വിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ്. കരുണാവാരിധിയായ നാഥൻ അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും ഓരോ ദിവസവും കൃത്യമായി 5 നേരം നമസ്കരിക്കുന്നവരാണ്. കഴിയുന്നത്ര നമസ്കാരങ്ങൾ ജമാഅത്ത് ആയി തന്നെ നിർവഹിക്കുന്നവരുമാണ്. ഈ നമസ്കാരം അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ വിചാരണക്ക് വിധേയരാക്കപ്പെടുമ്പോൾ നമുക്ക് വലിയ മുതൽക്കൂട്ടായി നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആ നമസ്കാരത്തിന്റെ ബലം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസിനികളിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ നമസ്കാരത്തിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായാൽ നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി പരലോകത്ത് ചെല്ലുമ്പോൾ കർമ്മം ചെയ്ത് ഫലശൂന്യരായി പോയ പ്രതിഫലം ലഭിക്കാത്ത ആളുകളിൽ പെട്ടുപോയാലുള്ള ദുരന്തം എത്ര ഭീകരമായിരിക്കും എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിനടുക്കൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടാവും, അതിന്റെ പോരായ്മകൾ പരിഹരിക്കുവാൻ വേണ്ടി ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസം എത്ര പേർക്ക് വെച്ച് പുലർത്തുവാനാവും? അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു വചനം, അവ്വലുമായി യുഹാസബു ബിഹി അൽ അഹദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സലാത്തുഹു. നാളെ പരലോകത്ത് നമ്മൾ വിചാരണക്ക് ഹാജരാക്കപ്പെടുമ്പോ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മം അത് നമ്മുടെ നമസ്കാരമാണ്. ഒരുപാട് കർമ്മങ്ങൾ നമസ്കാരമല്ലാതെ നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്. റമദാൻ വരാനിരിക്കുന്നു. എത്രയോ വർഷങ്ങളായി നമ്മൾ റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്നു. സാമ്പത്തിക രംഗത്ത് നമുക്ക് കഴിയുന്നത്ര നമ്മൾ പാവപ്പെട്ടവർക്ക് നൽകുന്നുണ്ട്. നമ്മുടെ സുഹൃത്തിനോടുള്ള ഒരു പുഞ്ചിരി മുതൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പരലോകത്ത് ആദ്യം അല്ലാഹു പരിശോധിക്കുന്നത് നമ്മൾ ചെയ്ത ദാനധർമ്മത്തിന്റെ കണക്കല്ല, ഹജ്ജിന്റെയോ ഉംറയുടെയോ കണക്കല്ല.
നമ്മുടെ കുടുംബത്തെ ഇത്രയും പ്രയാസപ്പെട്ടു ഒരു ജീവിതം മുഴുവനും മാറ്റിവെച്ച് അവർക്ക് വേണ്ടി നാം അധ്വാനിച്ചത്, എടുത്തത്, ജോലി ചെയ്തത്, ഒരു പക്ഷേ മണലാരണ്യത്തിലോ അല്ലെങ്കിൽ ഈ നാട്ടിൽ തന്നെയോ അതിനുവേണ്ടി നമ്മൾ അനുഭവിച്ച ത്യാഗം, അതൊക്കെ പ്രതിഫലാർഹമാണ്. പക്ഷെ ആദ്യത്തെ വിചാരണ അവലുമായി ഹസൻ, അത് നമസ്കാരമാണ്. എന്നിട്ട് റസൂൽ തുറന്ന് പറയുന്നു, ആ നമസ്കാരം ശരിയായാൽ അവൻ വിജയിച്ചു, അവൻ രക്ഷപ്പെട്ടു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ നമസ്കാരം ഫസാദിലായാൽ, അത് പരാജയപ്പെട്ടാൽ, അത് സ്വീകരിക്കപ്പെടാതെ പോയാൽ, അത് ഫലശൂന്യമായി പോയാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? അവൻ പരാജിതനായി, അവൻ നഷ്ടക്കാരനായി. എന്ന് റസൂൽ പറയുന്നു, അതുകൊണ്ട് വിശ്വാസിയായ ഒരു മനുഷ്യൻ അവന്റെ നമസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് കണക്ക് കൂട്ടാൻ സാധിക്കാത്ത പോരായ്മകൾ, അള്ളാഹുവും പ്രവാചകനും എത്രത്തോളം നമസ്കാരത്തിൽ സൂക്ഷ്മത പാലിക്കണമെന്ന് ഓരോ കാര്യങ്ങളും എണ്ണി 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 നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ നിർവഹിച്ചിട്ട് അതിന് വല്ല പോരായ്മയും എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ അതിന് സംഭവിച്ചു വന്നിരിക്കട്ടെ, അള്ളാഹു പറയും, ഈ മനുഷ്യൻ നമസ്കാരമൊക്കെ നിർവഹിച്ചവനാണ്, പക്ഷെ അവന്റെ നമസ്കാരത്തിന് ഇന്ന പോരായ്മകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അവന്റെ സുന്നത്ത് നമസ്കാരങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യൂ. അവൻ എത്രത്തോളം സുന്നത്ത് എഴുതിയിട്ടുണ്ട്, എത്രത്തോളം സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കൂ. അത് ഉണ്ട് എങ്കിൽ അവന്റെ ഫർള് നമസ്കാരത്തിന്റെ പോരായ്മകൾ ആ സുന്നത്ത് നമസ്കാരം കൊണ്ട് ഫില്ല് ചെയ്ത്, അതുകൊണ്ട് പോരായ്മകൾ അവസാനിപ്പിച്ച് അവന്റെ ഫർള് നമസ്കാരങ്ങൾ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് അവനെ എത്തിക്കൂ എന്ന് സുബ്ഹാനഹു വ തആല ജല്ല ജലാലുഹു അല്ലാഹു ഇൻഷാ അല്ലാഹ് പരലോകത്ത് വെച്ച് പ്രഖ്യാപിക്കും. അപ്പോ നമ്മുടെ നമസ്കാരത്തെ പൂർണ്ണമായും ക്ലിയർ ആക്കി മാറ്റുവാൻ, പൂർണ്ണമായും നല്ലതാക്കി മാറ്റുവാൻ, അഥവാ എങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും സംഭവിക്കാൻ സാധ്യതയുള്ള പോരായ്മകൾ ഉണ്ട് എങ്കിൽ അത് കൃത്യമായി കഴിയുന്നത്ര സുന്നത്ത് നമസ്കാരങ്ങൾ, തഹയ്യത്ത് പോലെ, റവാത്തിബ് സുന്നത്ത് പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് അതിന്റെ പോരായ്മകൾ പരിഹരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യം ശ്രദ്ധിക്കേണ്ടത് റസൂലുള്ള നമസ്കരിച്ചതുപോലെ നമസ്കരിക്കുവാനാണ്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബാക്കളോട് ഇടയ്ക്കിടെ പറയുമായിരുന്നു, നിങ്ങൾ എങ്ങനെയാണോ ഞാൻ നിങ്ങൾക്ക് നമസ്കരിച്ച് കാണിച്ചു തന്നത് അതുപോലെ നമസ്കരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ചിട്ട് ഒരാൾ ഒരിക്കൽ വന്നിട്ട് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിയോട് പറയാണ്, സ്വല്ലി ഫഇന്നക ലം തുസല്ലി. നമസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ അയാളോട് പറഞ്ഞു, പോയിട്ട് രണ്ടാമത് നമസ്കരിക്കൂ, നിങ്ങളുടെ നമസ്കാരം ശരിയായിട്ടില്ല. അദ്ദേഹം വീണ്ടും നമസ്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരത്തെ നിരീക്ഷിച്ചു. നമസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും പറഞ്ഞു, സ്വല്ലി ഫഇന്നക ലം തുസല്ലി. 3 തവണ അദ്ദേഹം ആവർത്തിച്ച് നമസ്കരിച്ചു. അവസാനം അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, റസൂലേ, എനിക്ക് ഇങ്ങനെ നമസ്കരിക്കാൻ അറിയുള്ളൂ. അപ്പൊ റസൂൽ അദ്ദേഹത്തിന് റുകൂഉം സുജൂദും ഒക്കെ അവധാനതയോടെ, തുമഅനീനത്തോടെ, ഖുശൂഅോടെ സാവകാശം നിർവഹിക്കേണ്ടത് എങ്ങനെ എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഇനി മുതൽ നീ ഇങ്ങനെ നമസ്കരിക്കണം. അപ്പൊ നമ്മള് ചെയ്യുക എന്നുള്ളതിനപ്പുറം കേവലമായി ഒരു ആചാരം എന്ന നിലയ്ക്ക്, പൊതുവെ എല്ലാ ആളുകളും അങ്ങനെയാണെന്നല്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണെന്നല്ല, നമ്മളൊക്കെ കൃത്യമായി ചെയ്യുന്നവരാണ്, എന്നാലും ചിലയിടത്തൊക്കെ അങ്ങനെ ഒരു ബാങ്ക് കാട്ടാൻ പോണം, എന്നിട്ട് അത് ചെയ്യണം, ആ ചടങ്ങിൽ പങ്കെടുക്കണം, സമയത്തിനെടുക്കൽ നിർവഹിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിർവഹിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു നമസ്കാരം മിസ്സാകുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എനിക്കിന്നത്തെ ളുഹർ മിസ്സായി, എനിക്കിന്നത്തെ അസർ നഷ്ടപ്പെട്ടു,
എനിക്കിന്ന് മഗ്‌രിബ് നിസ്കരിക്കാൻ കൂടിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥ വിശ്വാസികളെ ഒരിക്കലും നമുക്ക് സംഭവിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിക്കും. എന്ത് പ്രയാസം, ഇപ്പോ ആശുപത്രി കിടക്കയിൽ വെള്ളം തൊടാൻ പറ്റാതെ കിടക്കുന്നവരാണ് എങ്കിലും അവന് നമസ്കാരമുണ്ടോ? നമസ്കാരമുണ്ട്. അവൻ കിടക്കുന്നിടത്ത് കിടന്നിട്ട് നമസ്കാരത്തെ കൽബിലേക്ക് ഹാദിറാക്കിയിട്ട് ഞാൻ നമസ്കരിക്കുകയാണ് എന്ന് ആ കിടക്കിനോടത്ത് കിടന്ന് വിചാരിച്ചാൽ മതി. അനങ്ങാൻ അവന് കഴിയില്ലെങ്കിൽ, ഞാൻ പറയുന്നത് ബോധത്തോടു കൂടി ICU കിടക്കുകയാണെങ്കിൽ അവിടെ നമസ്കാരം അവനുണ്ട്. അവന് റുക്കൂ ചെയ്യാൻ കഴിയോ? അവന് സുജൂദ് ചെയ്യാൻ കഴിയോ? അവന് കൈയനക്കാൻ കഴിയോ? കയ്യുമലൊക്കെ വയറാണ്. എന്തിരുന്നോട്ടെ അതൊരു തീരുമാനമായിരിക്കണം ഒരു വിശ്വാസം. ഞാനിപ്പോ നമസ്കരിക്കുകയാണ്, അവന്റെ മനസ്സ് അള്ളാഹുവിന് സമർപ്പിക്കുന്നു. നമസ്കാരം എന്ന് പറഞ്ഞാൽ റബ്ബുമായുള്ള മുനാജാത്താണ്, രഹസ്യ സംഭാഷണമാണ്. ആരും അറിയണ്ട, ഒരാളെയും ബോധ്യപ്പെടുത്തണ്ട. അവന്റെ മനസ്സിലേക്ക് പ്രാർത്ഥനകൾ വരുന്നു. അവൻ റുക്കുവാണെന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നു. അവൻ സുജൂദ് ചെയ്യുകയാണെന്ന് മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നു. അങ്ങനെ അവൻ സലാം വീട്ടുന്നത് വരെയുള്ള നമസ്കാരത്തിലൂടെയുള്ള ഒരു മനസ്സിന്റെ സഞ്ചാരമുണ്ടല്ലോ, അതാണ് ഒരു രോഗിയുടെ, ആ അവസ്ഥയിലുള്ള രോഗിയുടെ നമസ്കാരം. പിന്നെ അവന്റെ തോതിനനുസരിച്ച് യാത്രക്കാർക്കാണെങ്കിൽ അള്ളാഹു ജമ്മും കസറും കൊടുത്തിട്ടുണ്ട്. 4-5 സമയത്തുള്ള നമസ്കാരം 3 സമയത്ത് ആയിട്ട് നിർവഹിക്കാം. ദുഹറും അസറും ഒന്നിച്ച് നമസ്കരിക്കാം. മഗ്‌രിബും ഇശാവും ചേർത്ത് നമസ്കരിക്കാം. 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്താക്കി നമസ്കരിക്കാം. ദുഹർ 4 2 ആക്കാം. അസർ 4 2 ആക്കാം. ഇശാ 4 2 ആക്കാം. പക്ഷെ ഒഴിവാക്കാൻ അവസാനം കൊണ്ടുപോയിട്ട് ഒന്നിച്ച് ഇശാവിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒന്നിച്ച് ചെയ്യാൻ അങ്ങനെ ഒരു വകുപ്പില്ല. നമ്മൾ ചില കുട്ടികളൊക്കെ വളരെ അൽഹംദുലില്ലാഹ് സന്തോഷം തോന്നും. ഈ അടുത്ത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു കാലാണല്ലോ, ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനി, ഒരു പെൺകുട്ടി പുറത്ത് എന്തോ സ്കൂളിലെ എന്തോ പ്രോഗ്രാം, കലോത്സവം എന്തോ നടന്നുകൊണ്ടിരിക്കുന്നു. ബഹളമാണ്, കൊട്ടും പാട്ടും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഈ കുട്ടി ഒറ്റക്ക് തന്റെ ക്ലാസ് റൂമിൽ ഒരു കടലാസ് വിരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഒറ്റക്ക് നമസ്കരിക്കുന്നതിന്റെ ഒരു വീഡിയോ ആരൊരാളെടുത്ത് ഷെയർ ചെയ്ത. അങ്ങനെ നമസ്കരിക്കുന്ന എത്രയോ മക്കളുണ്ട്. വീട്ടിൽ നിന്ന് മക്കൾക്ക് ലഭിക്കുന്ന ട്രെയിനിങ് ആണ്. രക്ഷിതാക്കളായ നമ്മൾ അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വഗ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ. നിന്റെ സ്വന്തക്കാരോട് നീ നമസ്കാരത്തെ കുറിച്ച് പറയുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക. എങ്ങനെയാണ് കുട്ടികളിൽ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക? രക്ഷിതാക്കൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ടായാൽ സുബഹിയാകുമ്പോൾ എഴുന്നേൽക്കുന്ന, സുബഹി ജമാഅത്തിലും സുബഹി നമസ്കാരത്തിലും വ്യാപൃതരാവുന്ന, മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ നമസ്കാരത്തെ കുറിച്ച് ഒരു ചർച്ച നടക്കുന്ന, ഇശാഇനും ദുഹറിനും അസറിനും ഒക്കെ നമസ്കരിച്ചോ എന്ന് ചോദിക്കുന്ന, കുട്ടി വൈകി വന്നാൽ എവിടെ വെച്ചാണ് നീ നമസ്കരിച്ചത് എന്ന് അന്വേഷിക്കുന്ന, അങ്ങനെ നമസ്കാരത്തെ കുറിച്ച് ഒരു ഡിസ്കഷൻ നടക്കുന്ന, ഒരു ചർച്ച നടക്കുന്ന, നീ ഇന്ന് എവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് എന്ന് ചോദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിന്റെ മുൻപായോ അതിന്റെ കൂടെയോ നീ ഇന്ന് നമസ്കരിച്ചോ എന്ന് ചോദിക്കുന്ന ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടായാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ നമസ്കാരം മിസ്സാവൂല. അത് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ശീലമാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഫസ്തബിർ അലൈക എന്നാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, 7 വയസ്സാകുമ്പോൾ നമസ്കരിക്കാൻ പറയണം. മുറുസുബിയാനക്കും ബിസ്വലാത്തി സബ്അസിനി വദ്രിബൂഹും അലൈക 10 പിന്നെ പറഞ്ഞതാ 10 വയസ്സായാൽ അടിക്കണം. പണ്ഡിതന്മാർ ഇതിനെ കുറിച്ച് പറയുന്നത്, 7 വയസ്സ് മുതൽ ഒരു രക്ഷിതാവ് 7 വയസ്സായത് മുതൽ ഒരു രക്ഷിതാവ് കുട്ടികളോട് ഒരു ദിവസം 5 നേരം വെച്ച് നിരന്തരമായ 3 വർഷക്കാലം 365 × 3 1000-ലധികം ദിവസങ്ങൾ ആവർത്തിച്ച് ഒരു കുട്ടി, അപ്പൊ എത്ര വക്തായി? × 5, അത്രയും ഓരോ ദിവസവും 5 തവണ ആവർത്തിച്ച് ഒരു കുട്ടിയോട്. ആദ്യത്തെ ദിവസങ്ങൾക്കൊക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമാണ് ഒന്നു ചെയ്യണം, ഉമ്മച്ചിന്റെ അല്ലെങ്കിൽ ഉമ്മച്ചിന്റെ കൂടെ പോയി നിൽക്കണം, ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോ. പക്ഷേ നമ്മൾ പറഞ്ഞ ആ സമയത്തൊന്നും നമ്മൾ കുട്ടിയോട് കാർക്കശ്യ സ്വഭാവം കാണിക്കുന്നൊന്നുമില്ല. നമ്മൾ നമസ്കരിക്കാൻ പോകുമ്പോ മോളൂസ് പോയിരുന്നു നമസ്കരിക്കാൻ, നമ്മൾ നിസ്കരിക്കാൻ
മോളൂസിന്റെ കൂടെ നിന്നോ എന്നൊക്കെ ആ കുട്ടിക്ക് മനസ്സിലാകുന്ന, കുട്ടിയോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച, കുട്ടികളെ റസൂലിനെ കൈകാര്യം ചെയ്ത ഒരു രീതി ഉണ്ടല്ലോ. യാ ഗുലാം സമ്മില്ല വകുൽ ബിയമീനിക വകുൽ മിമ്മാ യലീക. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, യാ ഗുലാം, മോനെ മുത്തേ, യാ ഗുലാം. യാ ഗുലാം എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം, മോനെ, ചക്കരെ, മുത്തേ. അതൊക്കെ നല്ല മനസ്സിൽ നമ്മളും മക്കളും തമ്മിലുള്ള റാപ്പോ നല്ല ക്ലിയർ ആകുമ്പോൾ വിളിക്കുന്ന പ്രയോഗങ്ങളാണ്. അങ്ങനത്തെ ഒരു ബന്ധം നമ്മൾ മക്കളും തമ്മിൽ വേണം. സമ്മില്ല, ബിസ്മി ചൊല്ലി കഴിക്കട, കുൽബി യമീനിക്ക, വലത് കൈ കൊണ്ട് കഴിക്കട, കുൽമിമ്മ യലീക്ക, നിന്റെ ഭാഗത്തുനിന്ന് കഴിക്കട. എത്ര സ്നേഹത്തിലാണ് റസൂലുള്ളാഹി വിളിച്ചത്. ആ രീതിയിൽ മക്കളോട് നിരന്തരം 3 വർഷക്കാലം ഓരോ ദിവസവും 5 തവണ വെച്ച് പറഞ്ഞാൽ, പണ്ഡിതന്മാർ ഇമാം ഗസാലി ഒക്കെ പറയുന്നത്, അങ്ങനത്തെ ഒരു കുട്ടീനെ അടിക്കേണ്ടി വരില്ല, നമസ്കാരത്തിന്റെ പേര് അടിക്കേണ്ടി വരില്ല. നമ്മള് ഒരു കുട്ടിയെ ഫുട്ബോൾ കോച്ചിങ്ങിന് വിധേയമാക്കി. ഇത്രയും ദീർഘമായ ഒരു കാലഘട്ടം ഒരു കുട്ടിക്ക് ഫുട്ബോളിൽ ട്രെയിനിങ് കൊടുത്തിട്ട് ആ കുട്ടിക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ആ കുട്ടീന്റെ കുഴപ്പമല്ല, ആ കുട്ടിയെ ഫുട്ബോൾ കളിപ്പിച്ച കോച്ചിന്റെ കുഴപ്പമായിരുന്നു. ഇത്രയും ദീർഘമായ ഒരു കാലഘട്ടം ഒരു കുട്ടി അത് പഠിപ്പിച്ചിട്ട് കുട്ടിക്ക് അത് ശീലമായിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം ഈ പഠിപ്പിച്ചോടത്ത് എന്തോ തകരാറുണ്ടോന്ന് നമ്മളെ നോക്കിയാൽ മതിയോ. അത് ആവും സ്വാഭാവികമായിട്ടും അങ്ങനെ. പിന്നെ അവൻ അടിക്കേണ്ടി വരില്ല. അപ്പൊ ആ രീതിയിൽ അതാണ് ഫസ്തബിർ ഇബാദത്തി എന്ന് പറഞ്ഞാൽ, അതിൽ നിങ്ങൾ ഫസ്തബിർ അലൈഹ, നിങ്ങൾ അതിൽ ക്ഷമ കാണിക്കുക, ക്ഷമയോടുകൂടി നിരന്തരം അത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞ് സ്വാഭാവികമായിട്ടും കുട്ടികൾ ആ ലൈനിലേക്ക് വരും. അങ്ങനെ പ്രായപൂർത്തിയായാൽ പിന്നെ എനിക്കൊരു നമസ്കാരം നഷ്ടമാകുന്ന അവസ്ഥയില്ല എന്ന ഒരു ചിട്ട ഉള്ള വീടായിട്ട് നമ്മുടെ വീട് മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. നമസ്കാര സമയമായാൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറയുമായിരുന്നു, ഖും യാ ബിലാൽ ഫഅരിഹ്നാ ബിസ്സലാ. ബിലാലെ, സമയമായി എഴുന്നേൽക്കൂ, നമസ്കാരത്തിനുള്ള ബാങ്ക് വിളിക്കൂ. അങ്ങനെ ഞങ്ങൾക്ക് നമസ്കാരത്തിലൂടെ ലഭിക്കേണ്ട ആ ഒരു റാഹത്തുണ്ടല്ലോ, ഫഅരിഹ്നാ, ഞങ്ങൾക്കൊരു റാഹത്ത് നൽകൂ. നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാലായിരുന്നു റസൂലുള്ളാഹിക്ക് ഒരു ആശ്വാസം ലഭിക്കുക. സമയമായാൽ പിന്നെ നമസ്കരിക്കാതെ മറ്റൊരു കാര്യത്തിലും റസൂലുള്ളാഹിക്ക് ഇടപെടാൻ സാധിക്കുമായിരുന്നില്ല. സമിഅൽ അദാൻ വഹബ, നമസ്കാരത്തിന്റെ ബാങ്കുകൾ കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റെല്ലാ ഏർപ്പാടും, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫി ഖിദ്മത്തി അഹ്ലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ നമുക്ക് നമസ്കാരം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഉള്ള സമയത്താണെങ്കിൽ വീട്ടില് എന്താണോ ഭാര്യമാർക്ക് വേണ്ട സേവനങ്ങൾ, വീട്ടിൽ എന്താ ചെയ്യേണ്ടത് അത് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. അലക്കാനോ അല്ലെങ്കിൽ പ്ലേറ്റ് എന്താണോ റസൂലുള്ളാഹിക്ക് അത് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷെ ബാങ്ക് കേട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ നിർത്തിയിട്ട് പിന്നെ അങ്ങോട്ട് പോകും. സൗദി അറേബ്യയിലൊക്കെ നമുക്ക് കാണാം, ഇപ്പോ അത്ര സ്ട്രിക്റ്റ് ആയിട്ടില്ല, എന്നാലും പൊതുവിൽ ബാങ്ക് അങ്ങോട്ട് കേട്ടാൽ ഷട്ടർ താഴ്ത്തണം, തുണി മൂടണം, പിന്നെ അവിടെ ഒരു കച്ചവടവും ഇല്ല, പിന്നെ ഒന്നുമില്ല. അതോടുകൂടി അവസാനിപ്പിച്ചു. നമസ്കാരത്തിന്റെ കാര്യങ്ങളിലേക്ക് പിന്നെ തിരിയുള്ളൂ. അതിനിടയ്ക്കുള്ള ഒരു ചെറിയ ഗ്യാപ്പേ നമസ്കാരത്തിന് ഉണ്ടാവുള്ളൂ, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്. ഇപ്പൊ ചിലപ്പോ സൗകര്യത്തിനനുസരിച്ച് 15 മിനിറ്റ് ഒക്കെ നമുക്ക് വെക്കാം. അപ്പൊ ബാങ്ക് കൊടുത്താൽ പിന്നെ അതായിരിക്കും. അത് തന്നെ എങ്ങനെയാ, മൻ തവല്ലഅ ഫഅഹ്സനൽ വുദൂഅ, റസൂലുള്ളാഹി പറഞ്ഞു, ആ നമസ്കാരത്തിൽ പോരായ്മ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരാൾ വുദൂ ചെയ്യുന്നു. ആ വുദൂ കാട്ടിക്കൂട്ടലല്ല. മൻ തവല്ലഅ, ഒരാൾ വുദൂ ചെയ്തു, ഫഅഹ്സനൽ വുദൂഅ, ആ വുദൂ അവൻ നന്നായിട്ട് എടുത്തു, പെർഫെക്റ്റ് ആയിട്ട് എടുത്തു. കൈ പിന്നെ നനയാത്ത ഇടണ്ടാവാൻ പാടില്ല, കാലിന്റെ മടമ്പ് നനയേണ്ട സ്ഥലം ബാക്കി ഉണ്ടാവാൻ പാടില്ല, തല മുഖം എല്ലായിടത്തും കംപ്ലീറ്റ് ആയിട്ട് നനഞ്ഞിട്ടുണ്ടായിരിക്കണം. അങ്ങനെ കൃത്യമായ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, അത് സാധിക്കുന്നത്ര ചെയ്യുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഖറജത്ത് ഖതായാഹു മിൻ ജസദിഹി, അങ്ങനെ ചെയ്യുമ്പോ അവൻ കൈ കഴുകുമ്പോ കൈ കൊണ്ട് ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു അവന് പുറത്തു കൊടുക്കും. മുഖം കഴുകുമ്പോ കണ്ണുകൊണ്ട് എല്ലാ വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് അവന് പുറത്തു കൊടുക്കും. ആ രീതിയിൽ അവൻ പരിശുദ്ധനായി മാറും. അവസാനത്തെ വെള്ളത്തിന്റെ തുള്ളി ഉറ്റുമ്പോ ആ നഖത്തിൽ നുറ്റിപ്പോകുമ്പോ എല്ലാ പാപങ്ങളിൽ നിന്നും അവൻ മുക്തനായി മാറും. അതാണ് ആ വുദൂവിന്റെ വരെ പ്രത്യേകത.
മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമ ഖുർറൻ മുഹജ്ജലീൻ. നാളെ പരലോകത്ത് എന്റെ ഉമ്മത്തിനെ എനിക്ക് വേറെ അങ്ങോട്ട് കാണാൻ സാധിക്കും. എങ്ങനെ അറിയോ? കൈക്കാലുകൾ, മുഖവും കൈക്കാലുകളും വെളുത്തവരായിട്ട്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന വുളു ചെയ്ത് നന്നായി വുളു ചെയ്തുകൊണ്ട് പരലോകത്ത് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട അവർക്കാണ് ഇങ്ങനത്തെ ഒരു വുളു പഠിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവരെ പ്രത്യേകം തിരിച്ചറിയുന്ന, മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നവരായിരിക്കും അവരെന്ന, നല്ല തിളക്കമുള്ളവരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന്. അതുകൊണ്ട് നിങ്ങൾ വുളു ചെയ്യുമ്പോൾ നന്നായി കയറ്റി കഴുകുക. ഒരിക്കലും മുട്ടിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് അവിടെ കറക്റ്റാക്കി അളന്നു മുറിച്ച് നിർത്തരുത്. കുറച്ച് കയറ്റി കഴുകുക. അത്രയും നിങ്ങൾക്ക് പരലോകത്തും അതിന്റെ തെളിച്ചവും വെളിച്ചവും കൂടും എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ നമസ്കാരം പെർഫെക്റ്റ് ആയി മാറുക. ഇനിയോ നമസ്കാരം ഉളുവിന് ശേഷം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. അല്ലാഹുവേ, ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ, തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കണമേ. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഉളുവിന് ശേഷം ഒരാൾ പറഞ്ഞാൽ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നതി യുദ്ഖലു മിൻ അയ്യുഹശ്ശാ, അവന് സ്വർഗത്തിന്റെ കവാടങ്ങൾ. ഇതൊരാൾ ചൊല്ലി, വുദു ചെയ്തിട്ട് ഒരാൾ ചൊല്ലിയാൽ സ്വർഗത്തിൽ ഏത് കവാടത്തിലൂടെയാണോ അയാൾക്ക് പ്രവേശിക്കേണ്ടത്, ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കുവാനുള്ള ക്വാളിഫിക്കേഷൻ അയാൾക്ക് ലഭിക്കും. അത്രയും അയാൾ പ്രതിഫലത്തിന് അർഹനായി മാറും. അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ രീതി. എന്നിട്ടോ അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക് പോകും. അതും ആളുകൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഒന്നും ആ സമയത്ത് ചെയ്യൂല. നല്ല സുഗന്ധം പൂശും, നല്ല വസ്ത്രം ധരിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, യബ്ന ആദം ഖുദൂ ദീനതകും. ഖുർആൻ വിശദീകരിക്കുകയാണ്, നിങ്ങൾ യാ ബനി ആദം ഖുദൂ ദീനതകും ഇൻദ കുല്ലി മസ്ജിദ്. വിശ്വാസികളെ, മനുഷ്യ മക്കളെ, നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ നല്ല അലങ്കാരത്തോടെ നല്ല വൃത്തിയിൽ വസ്ത്രം ധരിച്ചിട്ട് പോകാം. കിട്ടണ ഒരു തുണി ഇങ്ങോട്ട് വലിച്ചിട്ട് പോരുകയല്ല, ഏതെങ്കിലും ഒരു ലുങ്കി എടുത്ത് ഇങ്ങോട്ട് പോരുകയല്ല, അല്ലെങ്കിൽ രാവിലെ രാത്രി കിടന്നുറങ്ങി അതേ ഡ്രസ്സ് ഇങ്ങോട്ട്, അതല്ല. അതേപോലെ തന്നെ ആളുകൾക്ക് വായിൽ നിന്ന് പ്രയാസമുണ്ടാകുന്ന ഭക്ഷണങ്ങൾ ഉള്ളി നിന്നിട്ട് പോകാൻ പാടില്ല എന്നാണ് അന്ന് പറഞ്ഞത്. കാരണം എന്താ? അത് മറ്റുള്ളവർക്ക് അതിന്റെ സ്മെല്ല് പിടിക്കൂല. അങ്ങനെ അതിനിപ്പോ ഇന്നത്തെ കാലത്ത് ചില സ്പെഷ്യൽ അത്തറുകളുണ്ട്, അല്ലെങ്കിൽ ചില സുഗന്ധങ്ങളുണ്ട്, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. ആ രീതിയിൽ ഏറ്റവും നല്ല രീതിയിലായിരിക്കണം അവൻ പള്ളിയിലേക്ക് വരേണ്ടത്. ഫഇന്നൽ മലായിക തതഅദ്ദ മിമ്മാ യതഅദ്ദ മിൻഹു ബനുൽ ആദം. മനുഷ്യന്മാർക്ക് മാത്രമല്ല അത് പ്രയാസം ഉണ്ടാക്കുക, മലക്കുകൾക്കും പ്രയാസം ഉണ്ടാക്കുന്ന. ഏത്? മോശം സ്മെല്ലോടെ പള്ളിക്ക് വന്നാല്. അപ്പൊ അതിനു വേണ്ടി ഒരു അത്തറൊക്കെ വാങ്ങി വെക്കുക, അല്ലെങ്കിൽ സ്പ്രേ അതിനാണ് ഉപയോഗിക്കുക. അതൊക്കെ വേണം. പുരുഷന്മാർക്ക് വിശ്വാസം സുന്നത്താക്കിയ കാര്യമാണ്. അത് പള്ളിയിൽ വരുമ്പോ ഒന്ന് പൂശുക, ഒന്ന് അടിക്കുക. അത് നമ്മളടുത്ത് നിൽക്കുന്ന ആൾക്ക് ഓനടുത്ത് നിന്നാലും ഒരു സുഖ. ചിലടുത്ത് ആളുകൾ മാറിക്കും, മൂപ്പരടുത്ത് നിന്നാൽ ശരിയാവില്ല, അത് ഇടങ്ങാറാണ് എന്നൊരവസ്ഥ നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മളടുത്ത് അയാളാണ് ആ ഭാഗത്തുള്ള, അയാൾ അവിടെ നിൽക്കണില്ല, നമസ്കാരം കഴിയുന്നത് വരെ ഇടങ്ങേറ് സഹിക്കേണ്ടി വരും. അത് പല നിലക്കും ആവാം. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന ഒരു ദുരവസ്ഥ പള്ളിയിൽ ഉണ്ടായാൽ നമുക്ക് മാത്രമല്ല, മനുഷ്യന്മാർക്ക് മാത്രമല്ല, മലായികത്തിനും പ്രയാസമാണെന്നുള്ളതാണ് റസൂൽ പഠിപ്പിക്കുന്നത്. അത്രയും ഗൗരവത്തോടെ നിർവഹിക്കപ്പെടേണ്ട കാര്യമാണ് നമസ്കാരം. അസ്സക്കീനത്തു വൽ വഖാർ. ആ നമസ്കാരത്തിലൊരു ശാന്തതയും അതേപോലെ തന്നെ ഒരു ഗാംഭീര്യവും ഉണ്ടായിരിക്കണം. ഫഇന്നഹു ഇദാ ഖാല അൽഹംദുലില്ലാഹ്, നമസ്കാരത്തിൽ നിന്നിട്ട് ഒരാള് അല്ലാഹു അക്ബർ എന്ന് പറ, അള്ളാഹുവിന് മുമ്പിൽ സാക്ഷി നിർത്തി തക്ബീർ കെട്ടിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ ഖാല അല്ലാഹു തആല, നമ്മള് ഫാത്തിഹ സൂറത്തിന്റെ 1-ാമത്തെ ആയത്ത് ഓതുമ്പോ മറുപടിയായിട്ട് അല്ലാഹ് പറയാണ്, ഹമദനി അബ്ദി, എന്റെ അടിമൈത എന്നെ സ്തുതിച്ചിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, നമ്മളിൽ ഓരോ മനുഷ്യരും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാന്റെ മറുപടിയാണ്, എന്റെ ദാസനിത എന്നെ സ്തുതിച്ചിരിക്കുന്നു. വൈദാ ഖാല അർറഹ്മാനുർ റഹീം അസ്ന അലയ്യ അബ്ദി അർറഹ്മാനുർ റഹീം എന്ന് നമ്മൾ പറയുമ്പോ എന്റെ അടിമൈത എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. വഖാല മാലിക് യൗമിദ്ദീൻ, അള്ളാഹ് അന്ത്യദിനത്തിന്റെ ഉടമസ്ഥൻ അവനാണ് എന്ന് നമ്മൾ പറയുമ്പോ അള്ളാഹു പറയുന്നു, മജദനി അബ്ദി, എന്റെ ദാസനിത എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. വൈദാ ഖാല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് പറയുമ്പോ റബ്ബിന്റെ മറുപടി ഹാദാ ബൈനി വ ബൈന അബ്ദി,
ഇത് എനിക്കും എന്റെ ദാസനും ഇടയിലുള്ള ഒരു കരാറാണ്. വലി അബ്ദി മാ സഅൽ. ഇനി എന്താണോ എന്റെ ദാസൻ എന്നോട് ചോദിക്കുന്നത് അതൊക്കെ ഞാൻ അവന് കൊടുക്കും. അള്ളാന്റെ ഇജാബത്താണ്, അള്ളാന്റെ റിപ്ലൈ ആണ്, അള്ളാന്റെ മറുപടിയാണ്. എന്താ നമ്മൾ ചോദിക്കുന്നത്? ഇനി നമ്മൾ അങ്ങനെ ചോദിക്കാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നീ എന്നെ നേരായ മാർഗത്തിലേക്ക് നയിക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിൽ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിലല്ല, വലദ്ദാലീൻ, വഴിപിഴച്ചവരുടെ മാർഗത്തിലുമല്ല, ഏറ്റവും നല്ലവരുടെ മാർഗത്തിൽ ചേർക്കണമേ എന്ന് പറയുമ്പോൾ റബ്ബ് പറയും വഹാദാ ലക്, ഇത് നിനക്കുണ്ട്, നീ ചോദിച്ചതിനെ കൊണ്ട് എന്ന് അള്ളാഹു മറുപടി പറയും. അങ്ങനെ അതിനുശേഷം പിന്നെ റുക്കൂ ചെയ്യുമ്പോ അമ്മർ റുക്കൂ ഫഅളിമു ഫീഹി അർ-റബ്ബ, അല്ലാഹുവിനെ പുകഴ്ത്തുക, സുബ്ഹാന റബ്ബിയൽ അലീം. അതിൽ നിന്ന് കൈ കീർത്തിദാനിലേക്ക് വരുമ്പോ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ-അർളി വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ് എന്നൊരാൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ഖാല ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ, ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു. അപ്പോ ഫഖൂലു അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ്, നിങ്ങൾ ഈ പ്രാർത്ഥന പറയുക. അത് പറഞ്ഞാൽ ഫഇന്നഹു മൻ വാഫഖ ഖൗലുഹു ഖൗലൽ മലായിക, മലക്കുകളുടെയും നിങ്ങളുടെയും ഈ വാക്കുകൾ തമ്മിൽ ചേർന്ന് വന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, നിങ്ങളുടെ മുൻ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. റുകൂൽ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് സുജൂദിൽ വസ്ജുദ് വഖ്തരിബ്, എങ്ങനെയാണ് നമസ്കാരം, എങ്ങനെയാണ് സൂക്ഷ്മതയുള്ള നമസ്കാരം, എങ്ങനെ നമസ്കരിച്ചാലാണ് അത് സ്വീകരിക്കപ്പെടുക? സുജൂദ് എന്ന് പറഞ്ഞാൽ റബ്ബുമായി ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസിക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന സമയം സുജൂദിലാണ്. നമ്മൾക്ക് നമ്മുടെ റബ്ബിനോട് ഏറ്റവും അടുത്ത് ഈ ദുനിയാവിൽ വെച്ച് നിൽക്കാൻ പറ്റുന്ന സമയം അത് സുജൂദിലാണ്. അതാണ് മുനാജാത്ത്. അവിടെയാണ് നമ്മൾ റബ്ബിനോട് പറയുന്നത് ഏറ്റവും നാം ചേർന്ന് നിൽക്കുന്ന സമയം. അതുകൊണ്ട് അതുകൊണ്ട് ആ സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ പ്രാർത്ഥിക്കാറുണ്ട്. അതിന് പുറമെ സുന്നത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു പ്രാർത്ഥനകൾ ചൊല്ലുമായിരുന്നു. അങ്ങനെ നമ്മൾ ഒറ്റക്കൊക്കെ നമസ്കരിക്കുമ്പോൾ സുജൂദിൽ ദീർഘമായി എന്താണ് നമുക്ക് ചൊല്ലേണ്ടത് അതൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുമായുള്ള ആ സമയത്ത് ഏറ്റവും നല്ല സന്ദർഭത്തെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ നമസ്കരിച്ച ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അറഅയ്തും ലൗ അന്നനഹറൻ ബിബാബി അഹദികും യഗ്തസിലു, ഒരാൾ നിങ്ങളുടെ മുൻപിലൂടെ ഒഴുകുന്ന നദിയിൽ നിന്നും കുല്ലയൗമിൻ ഖംസ മർറാത്തിൻ, ഓരോ ദിവസവും 5 നേരം കുളിക്കുക. എന്റെ മുൻപിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന ഒരു വലിയ കുളത്തിന്റെ അടുത്താണ്, അല്ലെങ്കിൽ ഒരു പുഴ, ആ പുഴയിൽ നിന്ന് ഞാൻ എല്ലാ ദിവസവും 5 നേരം കുളിച്ചു. റസൂലുള്ളാഹിന്റെ ചോദ്യം, ഹൽ യബ്ഖാ മിൻ ദർനിഹി ശൈഉൻ, ഓന്റെ ശരീരത്തിൽ പിന്നെ അഴുക്ക് ബാക്കി ഉണ്ടാവോ? 5 നേരം കുളിച്ചാല് പിന്നെ അഴുക്ക് ബാക്കി ഉണ്ടാവോ? സഹാബാക്കൾ പറഞ്ഞില്ല, ഒരിക്കലും ഉണ്ടാവില്ല റസൂലേ. ഫദാലിക മിത്ലു സ്വലാത്ത്, അതാണ് 5 നേരത്തെ നമസ്കാരത്തിന്റെ ഉദാഹരണം. യംഹുല്ലാഹു ബിഹിൽ ഖതായ, ആ 5 നേരത്തെ നമസ്കാരം ഈ രീതിയിൽ റുകൂഉം സുജൂദും ഇഅ്തിദാലും തക്ബീറും ഒക്കെ ശ്രദ്ധിച്ച് നമസ്കരിച്ചാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി മാറും. ആ രീതിയിൽ നമ്മുടെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്തെങ്കിലും പോരായ്മകൾ അതിനെ സംഭവിക്കുന്നുണ്ടോ? അതിന്റെ ഖുശൂഇന്റെ വിഷയത്തിൽ, അതിന്റെ ഭക്തിയുടെ വിഷയത്തിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും പോരായ്മ സംഭവിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ച് പോരായ്മകൾ പരിഹരിച്ച് നല്ല നമസ്കാരക്കാരായി നമ്മൾ മാറുക. നാളെ പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ നമസ്കാരത്തിന് പ്രതിഫലം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുവാൻ വേണ്ടി പരിശ്രമിക്കുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വാഹിദിൽ ഖഹാർ വസിൽ ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലല്ലാഹു കറഫത്തൽ ലിന്നാസ് ബിതബ്ശീർ വൽ ഇൻദാർ وعلى آله الأذكياء الأبرار وعلى أصحابه الأصفياء الأخيار ما دامت السماوات والأرض والأنوار وما بين اتقوا الله. സൂറത്തുൽ മറിയമിലെ 59-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. ശേഷം ഒരു വിഭാഗം ആളുകൾ വരും, അവര് നമസ്കാരം പാഴാക്കും, ദേഹേച്ഛയെ പിൻപറ്റും. ഓരോ ആഗ്രഹത്തിന്റെ പിന്നാലെ അങ്ങനെ പോയിട്ട് നമസ്കാരത്തെ കുറിച്ചുള്ള ബോധമില്ലാതെ നമസ്കാരം പാഴാക്കുന്നവർക്ക് സംഭവിക്കുന്ന ദുരന്തം, അവർക്ക് വരാനിരിക്കുന്നത് ഏറ്റവും മോശം ദുർമാർഗമാണ്.
ഏറ്റവും ദുരന്തപൂർണമായ ഒരു പതനമാണ്. അതിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി നമസ്കാരത്തിന്റെ വിഷയത്തിൽ എനിക്കൊരു ഫാൾട്ടും പറ്റൂല എന്ന ഒരു ഉറപ്പ് നമ്മൾ നമുക്ക് നൽകുക. ഇതുവരെ എന്തെങ്കിലും പോരായ്മകൾ നമസ്കാരത്തിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുക. റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ആദ്യം നമ്മൾ എടുക്കേണ്ട തീരുമാനം, എന്റെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഞാൻ ഓക്കെയാണ് എന്ന് ഒരു തിരുത്തൽ നടത്തിയിട്ട് വേണം ഇൻഷാ അല്ലാഹ് റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ. അപ്പോഴേ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്ന